السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മദ്ദിന്റെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നീട്ടുന്ന അക്ഷരങ്ങളാണ്. മദ്ദം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീട്ടുക. ശബ്ദം എന്ന് പറഞ്ഞാൽ കനപ്പിക്കുക അല്ലേ? അപ്പം നമ്മൾ പാരായണത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്: ശബ്ദും മദ്ദും. ശബ്ദം എന്ന് പറഞ്ഞാൽ കനപ്പിക്കുക, മദ്ദം എന്ന് പറഞ്ഞാൽ മദ്ദം എന്ന് പറഞ്ഞാൽ നീട്ടുക. ഉദാഹരണം പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഫതഹിനെ നീട്ടാൻ അലിഫ്, കസറിനെ നീട്ടാൻ യാ, ലമ്മിനെ നീട്ടാൻ വാവ്. അപ്പോൾ ഫതഹിനെ നീട്ടാൻ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഫതഹിനെ നീട്ടാൻ എന്ത് വരും? ബാ നീട്ടാൻ എന്ത് വരും? അലിഫ് വരും. താ നീട്ടാൻ എന്ത് വരും? അലിഫ് വരും അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫതഹിനെ നീട്ടാൻ, ലാമിന്റെ ഫതഹിനെ നീട്ടാൻ അലിഫ്, ലാമിന്റെ ഫതഹിനെ നീട്ടാൻ ഇതെങ്ങനെ വായിക്കും? ലാ എന്ന് വായിക്കും. എന്നാലോ ചിലപ്പോൾ ലാം അലിഫായിട്ട് വരും. ഇങ്ങനെ ലാമും ഉണ്ട് അലിഫു, ലാ, ഇതിങ്ങനെ നീട്ടും. ലാ രണ്ടും ഒന്നല്ലയോ? ലാ നീട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ലാ എന്ന് നീട്ടാൻ ചില സ്ഥലങ്ങളിൽ എന്ത് വരും? യാ വരും. ലാ ഇങ്ങനെ വന്നിട്ട് ലാ, കണ്ടോ? ലാ എന്ന് നീട്ടാണ്ട് വരും? യാ വരും. അതേ സ്ഥലത്ത് ലാ എന്ന് നീട്ടാൻ എന്ത് വരും? വാവും. ലാ നമ്മൾ ഇന്ന് പഠിക്കുന്ന അതാ, കണ്ടോ? അപ്പൊ ലാ എന്ന് നീട്ടാൻ എത്ര അക്ഷരം വന്നു? നാല് കോലത്തിൽ, 4 രൂപത്തിൽ ലാമിന്റെ ഫതഹിനെ നീട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ എന്തായത്? അലിഫ് ഇട്ടു, പിന്നെ ലാം അലിഫ് ഇട്ട് നീട്ടി, പിന്നെ എന്ത് ഇട്ടു? യാ ഇട്ട് നീട്ടി, വാവ് അല്ലേ? നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു അവ്യക്തത വരുന്നില്ല, വ്യക്തമായിട്ട് നമ്മൾ ഓതണ്ടേ. ഇപ്പം ലാന്ന് നീട്ടാൻ ചില പദങ്ങളിൽ വരും. അത് ഉദാഹരണം നമ്മൾ എഴുതുവാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇതെന്താണ്? ഇല അല്ലേ? ഈ അക്ഷരം എന്താണ്? ഐന്. അല്ല, ഇല അല. അപ്പൊ ഇവിടെ ആദ്യത്തെ ശ്രദ്ധിക്കണം, ഹംസ്. ഇത് ഹംസാണ്. ആദ്യത്തെ അക്ഷരം എന്താണ്? അലിഫിന് കസർ ഇട്ടാലും എന്തായി മാറും? ഹംസ. നമ്മൾ എഴുതിയില്ലെന്നേ ഉള്ളൂ. അടുത്ത നോക്ക്, ഈ അക്ഷരം എന്താണ്? ആദ്യത്തെ അക്ഷരം എവിടെ നിന്ന് വരണം? നടുക്കുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ടാണ് എഴുതുന്നത് അല്ലേ? നമ്മൾ എഴുതുന്നുണ്ടോ? ഇല്ല, ഇത്രയും ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞു അല്ലേ? എന്താണ്? മത്ത. ശബ്ദുണ്ടോ? ഇല്ല. മത്ത. ഇവിടെ ഹത്തായിക്ക് എത്തുണ്ട്. ഇത് മത്ത. അപ്പൊ 4 രൂപത്തിൽ അലിഫ് വരുമെന്ന് പറഞ്ഞു അല്ലേ? 4 രൂപത്തിൽ. ലാമലിഫിന്റെ രൂപത്തിൽ വരും, അലിഫായിട്ട് വരും, യാന്റെ കുലത്തിൽ വരും, വാവിന്റെ. അപ്പൊ ഇല, അല, ഹത്ത, മത്ത. ഇവിടെ ശ്രദ്ധിച്ചോ? ഐന് കണ്ടോ? സീന്, ഐന്, സീന്, റാ. ഇതെന്താണ്? ആദ്യത്തെ അക്ഷരം എന്തുവാ? ഐന്. ഐന് എവിടുന്ന് വരണം? തൊണ്ടയുടെ നടുക്കുന്നു. ഉസ്ര എന്ന് നീട്ടാൻ എന്ത് കൊടുക്കുന്നു? കണ്ടോ? യാ എന്തിനാണ് സാധാരണ കൊടുക്കുന്നത്? കെസറിനെ നീട്ടാൻ. ഇവിടെ എന്ത് കൊടുത്തു? ഫതഹിനെ. ആദ്യത്തെ അക്ഷരം യാ, യു. രണ്ടാമത്തെ സീന്, യുസ്ര. ഇനി നീട്ടാൻ എന്ത് കൊടുക്കും? അലിഫ് കൊടുക്കോ യാ കൊടുക്കോ? യാ കൊടുക്കും. ഈ പദത്തിൽ എന്തേ വരത്തുള്ളൂ. ചില പദങ്ങൾ അങ്ങനെയുള്ള, അത് സെലക്റ്റീവായ പദങ്ങളാ. എല്ലാ പദങ്ങൾക്കും അങ്ങനെയാണോ? അല്ല. അപ്പൊ യുസ്ര. അപ്പൊ അതെന്താ? ഉസ്ര. അടുത്തത് യുസ്ര. ഇതൊക്കെ ഖുർആനിൽ വരുന്ന പദങ്ങളല്ലേ? ഇതെന്താണ്? മൂ. ഒരു നബിയുടെ പേരാ എഴുതിയത്, മൂസ നബി അലൈഹിസ്സലാം. മൂസ എന്ന് കഴിയുമ്പോൾ അലിഫിട്ട് എഴുതുവോ? സത്യത്തിൽ എന്താ വരേണ്ടത്? അലിഫാണ്. അടുത്ത നബി ഏതാണ്? മൂസ നബിക്ക് ശേഷം വന്ന നബി ഈസ.
ഫത്തഹ നീട്ടാൻ അലിഫാണ് വരേണ്ടത്. ആ സ്ഥാനത്ത് എന്ത് വന്നു? യാ വന്നു. അപ്പൊ ഈസ. അപ്പൊ ഉണ്ട് ഉസ്ര, യുസ്ര, മൂസ, ഈസ. നമുക്ക് അടുത്ത ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും മനസ്സിലായില്ല? എഴുതി വെച്ച് നമ്മൾ നല്ലോണം പഠിക്കും. ഫത്തഹിനകത്ത് അല്ല, ഫത്തഹി നീട്ടാൻ അലിഫ് വരും. ആ സ്ഥാനത്ത് എന്തൊക്കെ വരും? ആ യാവും വരും, വാവും വരും. ചില അക്ഷരങ്ങൾക്ക്, ചില പദങ്ങൾക്ക് നീട്ടാൻ എന്ത് വരും? അതായത് അതെ, അലിഫിന്റെ സ്ഥാനത്ത് എന്ത് വരും? അലിഫുൻ തുക്തബു ബിസൂറത്തിൽ യാഇ വൽ വാവി. അങ്ങനെ അറബി പറയുന്നത്. അലിഫുൻ തുക്തബു ബിസൂറത്തിൽ യാഇ വൽ വാവി എന്ന് പറഞ്ഞാൽ യാഇന്റെയും വാവിന്റെയും കോലത്തിൽ അലിഫ് വരുന്ന പദങ്ങൾ അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പദങ്ങൾ പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതണം. ഇതിനു വേണ്ടി മാത്രം ഒരു നോട്ട് ബുക്ക് വേണം. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ മൊബൈലും ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഏത് കാര്യവും അല്ലാഹു തആല നമുക്ക് തന്നെ എന്തിനാ? അനുഗ്രഹത്തിനാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയേണ്ട കാര്യങ്ങളാ. ഒന്ന് ആലോചിച്ച് നോക്കെ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ അപകടകരമായ സാധനമാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഉപകാരമോ? കാരണം കറണ്ടിനെ പോയി നമുക്ക് നേരിട്ട് പിടിക്കാൻ പറ്റുമോ? കറണ്ടിന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ അടിക്കത്തില്ല. അപ്പൊ ആ സാധനം കൊണ്ടുള്ള ഉപകാരം എത്ര അല്ലേ? ഈ മൊബൈൽ കൊണ്ട് നമുക്ക് നന്മയും തിന്മയും. അപ്പം മൊബൈൽ കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകളും ഉണ്ട്, തിന്മകളും. നമുക്ക് നന്മകൾ വാരിക്കൂട്ടണം അല്ലേ? കാരണം മൊബൈൽ ഒഴിവാക്കിയുള്ള ഒരു ജീവിതം ഇനി ഇല്ല. ഒരുപാട് നന്മകൾ മൊബൈൽ കൊണ്ട് നേടുന്ന കൂട്ടത്തിലല്ലോ അല്ലാഹു തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഇരു ലോകത്തും നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ പഠിച്ചതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.